റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാർ വയദ്ഖുലൽ ജന്ന. ഭയങ്കര നമ്മൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഹദീസാണ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റണമെന്നും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണമെന്നും ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, ഫൽതുദ്രിഖു മനിയതുഹു, അവനവന്റെ മരണത്തെ കണ്ടുമുട്ടട്ടെ. മനിയത്ത് പറഞ്ഞ മരണത്തെ കണ്ടുമുട്ടട്ടെ. വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന അവസ്ഥയിലായിക്കൊണ്ട്. അതായത് ഏത് സമയത്തും അവന്റെ ഈമാനിന്റെ അവസ്ഥ പരിശോധിച്ച്, മരണപ്പെടാന്നറിയില്ല. അപ്പൊ മരണത്തെ കണ്ടുമുട്ടുമ്പോൾ ഈമാനോട് കൂടിയിട്ട് മരിക്കണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും സ്വന്തം ഈമാനിന്റെ അവസ്ഥ പരിശോധിച്ചു കൊണ്ടേക്കണം. പലപ്പോഴും സലഫുകളൊക്കെ നമുക്ക് കാണാം, അവർ പരസ്പരം കാണുമ്പോഴും സംസാരിക്കുമ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് ഈമാനിന്റെ അവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊന്ന് കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം, കുറച്ചു നേരം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാം, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം, അത് എന്താണ് ഈമാനിന്റെ അവസ്ഥ, ഇതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. നമ്മളൊരു സുഹൃത്തിനോട് കണ്ടിട്ട് എന്താണ് ഈമാനിന്റെ അവസ്ഥ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടോ? ഈമാനിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും, കച്ചവടം എങ്ങനെ പോകുന്നുണ്ട്, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം, മറ്റേ വീട് പണി എന്തായി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായി. അപ്പൊ ഈമാനിന്റെ അവസ്ഥ നമ്മൾ ചോദിക്കണം. എന്താണ് എൻ്റെ ഈമാനിന്റെ അവസ്ഥ? അതൊരു ശക്തമായിട്ടുള്ള അവസ്ഥയിലായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം എപ്പോഴും നടക്കുന്നുണ്ടോ? നമുക്കാണ് മുൻഗാമികൾ, സലഫുകൾ, ചിലർ മറ്റൊരാളോട് എന്താണ് ഇതിന്റെ ഈമാന്റെ അവസ്ഥ വെച്ച് അതേ മറുപടി ഒരു പാപങ്ങൾ കൊണ്ട് പൊളിഞ്ഞു പോകുന്നു, ഇസ്തിഗ്ഫാർ കൊണ്ട് ഞാൻ തിരിച്ച് പണിതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഈമാനുമായിട്ടുള്ള ചർച്ച ഒരുപാടുണ്ടായിരുന്നു അവരുടെ ഇടയിൽ. നമുക്ക് ഈമാനിനെ കുറിച്ചുള്ള സംസാരങ്ങൾ കുറവാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എന്തെങ്കിലും സിഫത്തുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച്, അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് പരസ്പരം ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ വിഭവങ്ങളെ കുറിച്ച് പരസ്പരം ഒന്ന് ചിന്തിച്ച് സംസാരിക്കുക, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചിട്ട് ആലോചിക്കുക, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കർമ്മങ്ങളിൽ മുന്നിടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്ത വളരെ കുറവ്. നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മളൊരു 3-4-5 ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ എത്രത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ സംബന്ധിച്ചും ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ മരണത്തെ കണ്ടുമുട്ടുന്നത് ഈമാനോട് കൂടിയായിരിക്കണം. ഏത് സമയത്തും അവൻ ഈമാനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇത് ജനങ്ങളോടുള്ള ഒരു നല്ല സ്വഭാവ ഗുണമാണ്. വയഅതി ഇലന്നാസ്, അവൻ ജനങ്ങളിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരട്ടെ. മാ യുഹിബ്ബു അയ്യുഅത ഇലൈഹി, അവനോട് എങ്ങനെയാണോ പെരുമാറപ്പെടേണ്ടത് അതുപോലെ. ജനങ്ങളോട് അവൻ പെരുമാറേണ്ടത്, അവനോട് എങ്ങനെ പെരുമാറാനാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആയിരിക്കണം. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു സ്വഭാവ ഗുണമാണത്. നമ്മൾ ജനങ്ങളോട് പെരുമാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ആളുകൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും. നാം ഇടപെടുന്ന ആളുകളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം. അങ്ങനെ ജനങ്ങൾ നമ്മളോട് പെരുമാറാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മളും പെരുമാറിയാൽ അതിന്റെ നേട്ടമായിട്ട് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. ഈമാനും ഇതുമുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും.